ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഡിഷസ് ബൈ ദേ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ആൻഡ് ഗ്രീസിൻ്റെ റെഡ് വെൽവെറ്റ് കേക്ക് മിക്സ് ആണ്. അതിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ബാക്കിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു വിപ്ഡ് ക്രീമിൻ്റെ മിക്സും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെയാവുള്ളത് നമുക്ക് തുറന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു പാക്കറ്റാണ്. ഇതാണ് വിപ്ഡ് ക്രീമിൻ്റെ. നമുക്ക് ഏറ്റവും അവസാനം ആവശ്യമുള്ള നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് വിപ്ഡ് ക്രീം. കൂടാതെ 250 ഗ്രാമിൻ്റെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് മിക്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് കട്ടയായിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടോ നമുക്ക് പൊടിച്ച് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ അത് കട്ടയായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കട്ടയായിട്ട് കിടക്കും. നമുക്ക് 2 മുട്ടയാണ് ഇതിനാവശ്യം. 2 മുട്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട ഈ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ചെടുത്തിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഓവറായിട്ട് മിക്സായി പോരുത്. നന്നായിട്ട് മിക്സ് ആവുകയും വേണം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്കൊരു 100 ml വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ആയി പോയിട്ട് നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് സെറ്റ് ആവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ അവിടെ റെഡിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കാം. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കും. അത് നമ്മൾ ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ആ ബൗളിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാറ്ററിലെ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ക്ലോത്ത് താഴെ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തിൽ പാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഈ ഓവനിൽ ഞാൻ ജസ്റ്റ് 5 മിനിറ്റ്സേ വെക്കുന്നുള്ളൂ. 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. നമ്മുടെ കേക്ക് മേക്കിങ്ങിൻ്റെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള പാട്ടാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്ന പാട്ട്. അപ്പോൾ നമുക്ക് ആ വിപ്പ് ക്രീമിൻ്റെ പാക്ക് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്യാനുള്ളതാണ്. അവിടെ ഒരു പ്ലാസ്റ്റിക് ബൗൾ എടുക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. നമുക്കൊരു പ്ലാസ്റ്റിക് ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 100 ml പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് പാല് കൂടിപ്പോയി. അതുകൊണ്ട് വിപ്ഡ് ക്രീം ഉണ്ടാക്കി കുറച്ച് ലൂസായിരുന്നു. കുറച്ച് പാല് ഫസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഒന്ന് ചൂടാറാൻ കുറച്ച് നേരം വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് വിപ്ഡ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ഡെക്കറേഷൻ പോലെ കുറച്ച് സ്പ്രിങ്കിൾസ് നമുക്കൊന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വിപ്ഡ് ക്രീം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്.
നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.